ന്യൂസ് 18 Q18 മന്ത്രി മനസ്സ് തുറക്കുന്നത്. ഇപ്പോൾ അപർണ കുറുപ്പ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ്. അപർണ, ഒന്നാം പിണറായി സർക്കാരിലും രണ്ടാം പിണറായി സർക്കാരിലും പലകുറി പോലീസ് ഇതുപോലെയുള്ള വിമർശനങ്ങൾക്ക് വിധേയമാകേണ്ടി വന്നിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷന്റെ അറസ്റ്റിൽ വരെ ഭരണകൂട ഭീകരത എന്ന നിലയിൽ വിമർശനം നേരിടുന്ന ഘട്ടത്തിലാണ് മന്ത്രിസഭയിലെ ഒരു മന്ത്രി തന്നെ പോലീസിനെ വിമർശിച്ച് രംഗത്ത് വരുന്നത്. അപ്പോഴും ആഭ്യന്തര വകുപ്പിനെയോ അത് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയെയോ പരാമർശിക്കാതെ പോലീസിനുള്ളിലെ പുഴുക്കുത്തുകൾ അല്ലെങ്കിൽ അങ്ങനെ പോലീസ് സംവിധാനത്തിലെ വീഴ്ച എന്ന നിലയിലാണോ മന്ത്രി അത് അവതരിപ്പിക്കുന്നത്? തീർച്ചയായും രേണു, ആഭ്യന്തര വകുപ്പിനെ കുറ്റം പറഞ്ഞുകൊണ്ടുള്ള ഒരു നിലപാടല്ല മന്ത്രി കെ രാജൻ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ള ശ്രദ്ധേയമാണ്. പക്ഷേ അതേസമയത്ത് പോലീസ് സ്വീകരിച്ചു വന്ന വിഷയങ്ങൾ പരിശോധിക്കപ്പെടേണ്ടതാണ് എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷന്റെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ അതിരുവിട്ട നടപടികളിലേക്ക് പോലീസ് കടന്നു പോകുന്നുണ്ട് പലപ്പോഴും. അതിപ്പോൾ മാത്രമല്ല, അത് ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ UDF സർക്കാരിന്റെ കാലത്ത് ഇതേ സമീപനമാണ് പോലീസ് സ്വീകരിച്ചത് എന്നുകൂടി പറഞ്ഞുകൊണ്ടാണ് മന്ത്രി പോലീസിനെതിരെ വിമർശനം ഉന്നയിക്കുന്നത് എന്നത് എടുത്തു പറയേണ്ട ആവശ്യമുണ്ട്. ആ സമയത്തും ഏത് രീതിയിലാണ് സമരക്കാരോട് പോലീസ് ഇടപെട്ടിരുന്നത്, അതേ രീതി ഇപ്പോഴും തുടരുകയാണ് എന്ന് പറയുന്നിടത്ത് പോലീസിനെ പൂർണ്ണമായി ന്യായീകരിക്കാൻ CPIയുടെ മന്ത്രി തയ്യാറായിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. പക്ഷേ മുഖ്യമന്ത്രി ഈ വിഷയത്തിനകത്ത് ഒരു തിരുത്തൽ നടപടികളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ പോകാമല്ലോ എന്നുള്ളൊരു ഉറപ്പ് അദ്ദേഹം നൽകിയിട്ടുണ്ടല്ലോ എന്ന് മന്ത്രി പറയുകയും ചെയ്യുന്നുണ്ട്. അതായത് ആഭ്യന്തര വകുപ്പിനെ കുറ്റപ്പെടുത്തുകയോ സർക്കാർ ഈ വിഷയവുമായിട്ട് സ്വീകരിച്ച നടപടികളെ കുറ്റപ്പെടുത്താനോ മന്ത്രി തയ്യാറാകുന്നില്ല. അതേസമയം പോലീസിന്റെ ഇഷ്ടപ്രകാരമുള്ള രീതിയിൽ ചില നടപടികൾ എടുക്കുന്നു. അത് എല്ലാ സമരങ്ങളെയും അടിച്ചമർത്തുന്ന രീതിയാണ് പോലീസ് മിക്ക സമയങ്ങളിലും സ്വീകരിച്ചു വരുന്നത്. അത് പോലീസ് ഇപ്പോഴും തുടരുകയാണ് എന്ന് മന്ത്രി വിമർശിക്കുകയും ചെയ്യുന്നു. ഒപ്പം അതേസമയം അദ്ദേഹം UDF സമരകാലത്ത് ഏത് നിലപാടാണ് യൂത്ത് കോൺഗ്രസ് സ്വീകരിച്ചത്, കോൺഗ്രസ് എന്ത് നിലപാടാണ് സ്വീകരിച്ചത്? അന്ന് പോലീസ് ഇടത് പ്രവർത്തകർക്കെതിരെ സമരം നടത്തിയ ഇടതുമുന്നണി പ്രവർത്തകർക്കെതിരെ പോലീസ് പലപ്പോഴും ക്രൂരമായ ഒരു വേട്ടയിലേക്ക് പോവുകയുണ്ടായി. അന്ന് കൈയടിച്ചു നിന്നവരാണ് ഇപ്പോൾ പോലീസ് വേട്ടയെക്കുറിച്ച് പറഞ്ഞ് ആഞ്ഞടിക്കുന്നത് എന്നുള്ളൊരു പരിഹാസവും അദ്ദേഹം UDFനെതിരെ നടത്തുകയുണ്ടായി. അപ്പോൾ പോലും കുറ്റം പോലീസിൻ്റെതാണ്. പോലീസ് സ്വീകരിക്കുന്ന നടപടികൾ, അതിൽ തിരുത്തൽ നടപടികൾ ഉണ്ടാകും. മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, പരിശോധിക്കാനുണ്ടെങ്കിൽ അധികാരികൾ, പ്രത്യേകിച്ച് പോലീസ് പോലെയുള്ള അധികാര ഏജൻസികൾ ചില സമയങ്ങളിൽ സംയമനം പാലിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോലീസ് നടപടിയെ വിമർശിക്കുകയും അതേസമയം ആഭ്യന്തര വകുപ്പിനെയോ മുഖ്യമന്ത്രിയോ പരാമർശിക്കാതെയുള്ള ഒരു പ്രസ്താവന കൂടിയാണ് മന്ത്രി കെ രാജന്റെ ഭാഗത്തുനിന്ന്. ഇവിടെ ഇപ്പോൾ തിരുത്തൽ വേണം എന്ന് ആവശ്യപ്പെടുന്നു പോലുമില്ല, തിരുത്തൽ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ എന്ന രീതിയിൽ അവതരിപ്പിക്കുകയാണോ അദ്ദേഹം ചെയ്യുന്നത്? നമുക്കറിയാം CPI പല ഘട്ടങ്ങളിലും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ തുറന്ന് അവരുടെ അഭിപ്രായങ്ങൾ പറയാൻ സെക്രട്ടറി ആയിരുന്ന കാനം രാജേന്ദ്രൻ ഉൾപ്പെടെ നിലപാട് സ്വീകരിക്കുകയും വീഴ്ചകൾ ചൂണ്ടിക്കാട്ടുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ അങ്ങനെയില്ല, അവർ തന്നെ തിരുത്തുമല്ലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള തിരുത്തൽ നടക്കുന്നുണ്ടല്ലോ എന്ന രീതിയിൽ പറയുന്നു. ഒപ്പം തന്നെ UDF കാലത്തെ, ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ നേതാക്കൾ പറയുന്നത് പോലെ ന്യായീകരിക്കുന്നത് പോലെ UDF കാലത്തെ പോലീസിന്റെ പ്രവർത്തികൾ എന്താണ് എന്നത് ചൂണ്ടിക്കാട്ടി അതിനെ ഒരു പരിധിവരെ ന്യായീകരിക്കാൻ കൂടി അദ്ദേഹം ശ്രമിക്കുകയാണോ? നമ്മൾ ഈ വിഷയം തന്നെ നേരിട്ട് അദ്ദേഹത്തോട് അഭിമുഖത്തിൽ ചോദിക്കുകയുണ്ടായി. എന്തുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ശബ്ദം, അതായത് യോജിച്ചുകൊണ്ട് തന്നെ ഒരു വിയോജിപ്പിന്റെ ശബ്ദം ഉയർത്താൻ എന്തുകൊണ്ട് CPI മന്ത്രിമാർക്ക് കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം അതിനകത്ത് എടുത്തു പറയുന്ന വിഷയം, കഴിഞ്ഞ സർക്കാരിൽ ഉണ്ടായ വിഷയങ്ങളും ഈ തവണത്തെ സർക്കാരിൽ ഉണ്ടായ വിഷയങ്ങളും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ളതാണ്. മാവോയിസ്റ്റ് വിഷയത്തിലാണെങ്കിൽ, തോമസ് ചാണ്ടി വിഷയത്തിലാണെങ്കിൽ CPI ഏതെല്ലാം വിഷയങ്ങളിലാണ് വ്യത്യസ്തമായ ഒരു നിലപാട് മന്ത്രിസഭയിൽ വ്യക്തമാക്കിയത്, അത് പാർട്ടി സ്വീകരിച്ച വ്യത്യസ്തമായ നിലപാട് മന്ത്രിമാർ സഭയിൽ പ്രതിഫലിപ്പിക്കുന്നതാണ്. ഇത്തവണ ആ രീതിയിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടില്ല. ഈ 2.5 വർഷത്തെ സർക്കാരിൽ ആ രീതിയിൽ വിയോജിച്ച് നിൽക്കേണ്ടതായിട്ടോ അല്ലെങ്കിൽ വിയോജിപ്പ് വ്യക്തമായി പ്രകടിപ്പിക്കേണ്ടതായോ വിഷയങ്ങൾ സർക്കാരുമായി ബന്ധപ്പെട്ട്, മുന്നണിയുമായിട്ട് ബന്ധപ്പെട്ട് മന്ത്രിസഭയിൽ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനോട് എത്രത്തോളം പൂർണ്ണമായി യോജിച്ചു പോകാൻ കഴിയും, CPMുമായി എത്രത്തോളം പൂർണ്ണമായി യോജിച്ചു കഴിയും, മുന്നണി മര്യാദ അനുസരിച്ച് ഏതെല്ലാം കാര്യങ്ങളിൽ യോജിക്കാനാകും എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കുന്നത്. തീർച്ചയായും